കഴിഞ്ഞ 5 വർഷത്തിൽ ഇപ്പോൾ 4.5 വർഷത്തെ ഭരണം വാമനപുരം മണ്ഡലത്തിലെ MLA കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. വളരെ മോശം. 10 വർഷമായി പുള്ളി ഭരിക്കാൻ തുടങ്ങി. ശരിയാണ്. ഇവിടെ CPM ആണ് 40 കൊല്ലം കൊണ്ട് CPM തന്നെ വാമനപുരം മണ്ഡലത്തിൽ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. വണ്ടിയൊക്കെ ടാക്സ് അടച്ചിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി ഈ റോഡിൽ കൂടെ ഓടുന്നത്. റോഡ് ടാക്സ് എന്തിനാണ് റോഡ് ടാക്സ് അടയ്ക്കുന്നത് അറിയാമോ? നമ്മളെ റോഡ് ടാക്സിൻ്റെ കാശ് വാങ്ങിച്ചു വേണം റോഡ് നന്നാക്കാൻ. ആണോ? ടാക്സ് വാങ്ങിച്ച് റോഡ് നന്നാക്കണ്ടേ? ആ റോഡ് നന്നാക്കാതെ ഈ 4.25 വർഷവും നമ്മൾ ഈ കണ്ട ഗട്ടറിലൂടെ പോയി. നിങ്ങൾ കണ്ടായിരുന്നേ പാലോട് നിന്ന് കാരേറ്റ് വരെയുള്ള അത് എങ്ങനെയാ? ഈ നമ്മളെ ഷർട്ടില്ലേ, പഴയ ഷർട്ട് കീറി പോകുമ്പോൾ ചെറിയൊരു പീസ് വെച്ച് വെട്ടി അടയ്ക്കൂലേ? പീസ് വെച്ച് ഷർട്ടിൻ്റെ ഓട്ട അടയ്ക്കും പോലെ അവിടെ ഇവിടെ മുഴച്ച ഒരു ഇത് വെച്ചിരിക്കുന്നത്. ആ ഗട്ടറിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. നടുവിൻ്റെ ഡിസ്കേ ഒരു മനുഷ്യന് എന്തോരം ക്ഷീണം ഉണ്ടാവുമെന്നറിയോ? 5 വർഷവും ഇനിയിപ്പോൾ ഇലക്ഷൻ അടുത്ത മാസം, ഇലക്ഷൻ്റെ തലേ മാസം ആയപ്പോഴത്തേക്ക് ഒരു ഓട്ടയടക്കും. അപ്പം 4.25 വർഷവും ജനത്തിൻ്റെ നടുവും മുതുവൊന്നും ഈ MLAക്ക് ബാധകമല്ല. പറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും കുറച്ച് ഞാനൊരു പാർട്ടിയുടെ പക്ഷം ചേർന്ന് പറയുന്നതല്ല കേട്ടോ. ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു കടുങ്കൈയായിപ്പോയി. ഏറ്റവും അവസാനമായപ്പോൾ ടാർ ചെയ്തിരിക്കുന്നത് കല്ലറയ്ക്കപ്പുറത്തോട്ട് ഈ പെരിങ്ങമലെ നന്ദിയോട് പഞ്ചായത്തിനെ പാങ്ങോട് പഞ്ചായത്തിനെ അവഗണിച്ചുകൊണ്ട് കല്ലറ പഞ്ചായത്തിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ ആ റോഡ് ശ്രദ്ധിച്ചായിരുന്നു? ഈ കനത്തിലാണെങ്കിൽ ശരി ടാർ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഈ ഷർട്ടിൻ്റെ കോളടയ്ക്കുമ്പോൾ ഓട്ട അടച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പെരിങ്ങമല ഭാഗത്തുള്ള ബസ്സുകൾ മൊത്തം വെട്ടിക്കുറച്ച്. ഇപ്പോൾ 2 ബസ് കുറേ നാളിന് ശേഷം പാലോട് ഡിപ്പോയിലേക്ക് 2 ബസ് തന്നിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? 2 ബസ് തന്നിട്ടുണ്ട്. ഈ ആഹപ്പാടെ ഈ 2 ബസ് മാത്രം മതി അവർ MLA ഉത്തരവാദിത്തമാണ്. 8 സർവീസ് വെട്ടിക്കുറച്ചിട്ടാണ് ഈ 2 കൊടുത്തതെന്നുള്ള കാര്യമാണ് നോക്കുകയാണ്. ഈ ജനത്തിനെല്ലാം അറിയാം. പക്ഷേ ഇത് ജനം അറിഞ്ഞൂടാന്ന് നടിക്കുകയാണ്. ഞങ്ങൾ പൊട്ടന്മാരാണ്. പിന്നെ എല്ലാവരും പറയുകയല്ലേ, കൂടെ നമ്മൾ മിണ്ടായിരിക്കുന്നില്ല നല്ലത്. ശബ്ദിക്കുന്നവന് പ്രശ്നമില്ല, ശബ്ദിക്കുന്നവന് ഒരു പ്രശ്നമില്ല ചേട്ടാ, ശബ്ദിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഈ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണാം ഒട്ടുമിക്ക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെന്നറിയോ? ആർക്കും എതിരെ ചെയ്തതല്ല, യാദൃച്ഛികമായിട്ട് വഴി പോകുമ്പോൾ ഞാൻ കണ്ടതാണ്. പയ്യന്മാർ മണ്ണ് വെട്ടി റോഡിൽ ഓട അടയ്ക്കുന്നു. അതാണ് MLA ചെയ്യേണ്ടത്. അതിനാണ് MLA ജയിപ്പിച്ച് വിട്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട്. 40 വർഷമായിട്ടുള്ള കാര്യമാണ്. അതിൽ 10 വർഷമായിട്ട് ഒരു MLA ചെയ്യുന്ന റോഡിൽ പയ്യന്മാർ 5-8 പേര് കൂടി ചേർന്ന്, നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, 5-8 പേര് ചേർന്ന് മണ്ണ് വെട്ടി റോഡിൽ കൊണ്ടിട്ടിട്ട് നനച്ച് അത് അടിച്ചൊതുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത്തിരി ടാറും കീലും ഒരു ചർച്ച കിട്ടുമല്ലോ. ഇപ്പം കണ്ട ഏപ്രിൽ ഇലക്ഷൻ ആയതുകൊണ്ട് ടാറും കീലും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് MLA. ഇങ്ങനെയുള്ള MLA അതൊക്കെ ജനം അനുഭവിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങളെല്ലാം അനുഭവിക്കണം, അല്ല കുറച്ച് അനുഭവിക്കണം. അത് വാശിയുടെ പുറത്ത് പറഞ്ഞില്ല, ജനം കുറച്ചുകൂടെ അനുഭവിക്കാനുണ്ട്. എന്തെന്നറിയാം? അനുഭവിക്കാനുണ്ട്. ഇവരെയൊക്കെ നടുവും മുതും പോകണം. എല്ലാം പഞ്ചകർമ്മ ചികിത്സയും കഴിഞ്ഞ് നടക്കുക. ആണോ? പഞ്ചകർമ്മ ചികിത്സയും കഴിഞ്ഞ് നടക്കുക ഇവിടുത്തെ നാട്ടുകാർ മൊത്തം. MLA കുറ്റം പറയുന്നുണ്ടോ? ആരാ കുറ്റക്കാരൻ? MLA എന്നാ താൻ കേസ് കൊടുന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട്. ആ സിനിമ എടുത്തിട്ടൊന്ന് കാണട്ടെ. സിനിമ കാണുമ്പം 2 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യും. അടിപൊളിയായിട്ടിരുന്ന് കുഞ്ചാക്കോനെ കണ്ടിട്ട് എല്ലാവരും ഇറങ്ങി വരും. അതിൻ്റെ തെറ്റുവശങ്ങൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നു? തെറ്റില്ലേ? ഇല്ലേ? ആ ഒന്ന് കാണണം. മന്ത്രിയെ പിടിച്ച് കോടതി കൊണ്ടുവരാൻ പറഞ്ഞു ജഡ്ജി. ആണോ? എന്തുകൊണ്ടാണ്? കുറ്റക്കാരൻ ആ സിനിമയിൽ കറക്റ്റ് പറയുന്നുണ്ട്. കുറ്റക്കാരൻ അവിടെ മന്ത്രിയാ, അല്ലെ ആ നിയോജകമണ്ഡലത്തിൻ്റെ പ്രതിനിധിയാ. ആരാ? MLA മന്ത്രിയായിരിക്കുന്ന ആളെയാണ് കോടതിയിൽ മജിസ്ട്രേറ്റ് പറഞ്ഞ് പിടിച്ചോണ്ടുവരാൻ പറഞ്ഞില്ലേ? പക്ഷേ ഈ 40 വർഷം കൊണ്ട് CPM ആണ് ഇവിടെ ഭരിക്കുന്നത്. ഈ നമ്മുടെ ഇവിടുത്തെ MLA എന്തെങ്കിലും ആരോ ഭരിച്ചോട്ട് 40 വർഷമല്ലേ ഇവർ എന്നെ തുറന്ന് ഭരിച്ചോട്ട്. പക്ഷേ ഒരു കന്നന്തിരു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ തലേ ദിവസം ടാറും കീലും കന്നാസും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് എനിക്ക് ദേഷ്യം. കാരണം ഈ റോഡിൽ കൂടെ 24 മണിക്കൂർ വണ്ടി ഓടിക്കുന്ന ആളാണ് ഞങ്ങൾ. ആ ഫീലിങ്സ് കൊണ്ട് പറഞ്ഞു, അല്ല വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. ടാറും കീലും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എപ്പോഴാണ്? ഏപ്രിൽ ഇലക്ഷന് ജനുവരി ഫെബ്രുവരിയിൽ ടാറും കീലും കൊണ്ട് ഇറങ്ങിയിരിക്കണം. ഇത്രയും നാളും 5 വർഷം നമ്മളെ നടുവല്ലേ പോയത്? നമ്മളല്ലേ വോട്ടിട്ട പുള്ളി. അവിടെ പാർഷ്യാലിറ്റിയാണ്. എന്തിനാണ്? കുറച്ച് എൻ്റെ സഹാക്കൾ, എൻ്റെ വേണ്ടപ്പെട്ടവർ, ഞാനിപ്പോൾ ജയിച്ചാൽ എൻ്റെ വേണ്ടപ്പെട്ടവർ, എനിക്ക് ഇഷ്ടപ്പെട്ടവർ, എൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ ക്ലബ്ബ്, അവരുടെ വുമൻസ് കമ്മിറ്റി, അവരുടെ എംപവർമെൻറ്റ്, എന്തെല്ലാം പറഞ്ഞാണെന്നറിയാം. അവർക്ക് കാശ് കൊടുക്കണം. എണ്ണി പറയാൻ പറ്റും ഇവിടെ മൊത്തം. അറിയാമോ? ഒരു വായനശാല പോലും ഉണ്ടായത് CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആ ലെവലിലെ ഒരു വായനശാല തന്നെ ഉണ്ടായത്. അല്ലാതെ ഇവിടെ വേറെ ആർക്കും വായനശാല ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ആരെന്ത് ചോദിച്ചാലും കൊടുക്കില്ല. കുറച്ച് കൂട്ടമുണ്ട്, അവർക്ക് വേണ്ടി ഒരു ടീമുണ്ട്. അവർ പറഞ്ഞാൽ എന്താ ആനുകൂല്യം കൊടുക്കും? ലാസ്റ്റിൽ അടിമുടിയാവും. ഇപ്പം ഇനി സംഭവിക്കണമെന്ന് ഞാൻ പറയട്ടെ. ഏപ്രിൽ ഇലക്ഷൻ കഴിയുമ്പോൾ ഈ പാലോട് പ്രദേശത്തൊക്കെ അടിയും ബഹളവും വെട്ടും കുത്തുമായിരിക്കും. എന്തെന്നറിയാമോ? ഈ ഇവിടുത്തെ ഭരണം മുഴുവൻ മാറാൻ പോവുക. മുഴുവൻ മാറാൻ പോവുക. ശബരിമലയെ വരാം. ശബരിമല പറഞ്ഞ് ഇത്തിരി പഴകിപ്പോയി. പക്ഷേ പഴകിയൊന്നുമില്ല. സാധാരണ നിലയ്ക്ക് ഈ വിഗ്രഹത്തിൻ്റെ അടുത്ത്